റിപ്പോർട്ട് ബ്രേക്കിംഗ് കെഎസ്ആർടിസി ബദൽ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങി. നേരത്തെ 2 ഘട്ടമായിട്ടാണ് ശമ്പളം നൽകിയിരുന്നത്. മാസത്തിൽ 15 വരെ ആദ്യ ഗഡുവും ശേഷം അടുത്ത ഗഡുവുമാണ് നൽകിയിരുന്നത്. ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചില്ല എന്ന പരാതിയാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് തൊഴിലാളികളുടെ ആശങ്ക. സംസ്ഥാനത്ത് ആകെ 3000 ബദൽ ജീവനക്കാർ കെഎസ്ആർടിസിക്കുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, ഇപ്പോൾ തൊഴിലാളികൾ ആശങ്ക അറിയിക്കുകയാണ്. ശമ്പളം മുടങ്ങിയിരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? അതായത് എല്ലാ മാസവും 15-ാം തീയതി വരെ ആദ്യ ഗഡുവും അതിനുശേഷമുള്ള ദിവസങ്ങളിലുള്ള ജോലിക്ക് 2ാം ഗഡുവുമായി അങ്ങനെ 2 ഘട്ടങ്ങളിലാണ് ഈ ബദലി ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് ജീവനക്കാർ ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നത്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTC വലിയ സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ചയായതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ബദലി ജീവനക്കാരുടെ ശമ്പളമാണോ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പിടിച്ചുവെക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത കാരണമാണോ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്? സർക്കാരിൽ നിന്നും കൃത്യമായി പണം ലഭ്യമാവാത്തതാണ് തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ ഈ ജീവനക്കാർ പങ്കുവയ്ക്കുകയാണ്. ഡ്രൈവർമാരും കണ്ടക്ടർമാരും ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ആളുകളും മെക്കാനിക്കുമായിട്ടുള്ള ആളുകളും ഒക്കെ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ഏകദേശം 3000-ഓളം വരുന്ന ജീവനക്കാർ ഇത്തരത്തിൽ KSRTCയിൽ ബദൽ ജീവനക്കാരായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അവരുടെ സാലറിയാണ് ഇപ്പോൾ ഒരു മാസത്തെ സാലറിയാണ് മുടങ്ങിയിരിക്കുന്നത്. എന്നാൽ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉടനടി തന്നെ ആ പണം ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിശദീകരണം. ആ തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുണ്ടായിട്ടുള്ള വൈകലല്ല, അതിനകത്തൊരു സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള വൈകലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ജീവനക്കാർക്ക് കടുത്ത ആശങ്കയുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കടുത്ത ആശങ്കയുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യതയാണോ അല്ലെങ്കിൽ ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTCക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പണം ലഭിക്കാത്തത് കൊണ്ടാണോ ഇത്തരം ഒരു വൈകൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാത്തത് എന്നാണ് പ്രധാനമായും അവരുൾപ്പെടെ ഉന്നയിക്കുന്ന ആശങ്ക. എന്തായാലും ഒരു മാസത്തെ സാലറി 2 ഗഡുക്കളായി ലഭിക്കാറുള്ള സാലറി ഇപ്പോൾ ഈ ബദൽ ജീവനക്കാർക്ക് ലഭ്യമായിട്ടില്ല. ജൂൺ മാസത്തെ സാലറിയാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ആദ്യ ഗഡുവോ അല്ലെങ്കിൽ 2ാം ഗഡുവോ അങ്ങനെ 2 ഗഡുക്കളും ഇപ്പോൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് എന്നാണ് ജീവനക്കാർ പരാതിയായി അറിയിച്ചിരിക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.